സംസ്ഥാന വ്യാപകമായി നടക്കുകയാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്കാണ് കോൺഗ്രസിന്റെ മാർച്ച്. ആ മാർച്ചിന് നേരെ പോലീസ് ലാത്തി വീശാൻ ശ്രമിക്കുന്നു. പ്രവർത്തകർ അക്രമാസക്തരാവുകയാണ്. സെക്രട്ടേറിയറ്റിനുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ആലപ്പുഴയിലും വയനാട്ടിലും അങ്ങനെ കോഴിക്കോടും വ്യാപകമായി കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുന്നതിനിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലേക്കുള്ള പ്രതിഷേധം കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നു. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പലയിടങ്ങളിലും പോലീസ് സംയമനം പരമാവധി പാലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും സംയമനം പാലിച്ചുകൊണ്ട് പ്രതിഷേധക്കാരെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. പ്രതിഷേധക്കാർ വഴങ്ങാൻ തയ്യാറാകുന്നില്ല. ഉമേഷ് ബാലകൃഷ്ണൻ ചെയ്തു. ഉമേഷ്, സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം കനക്കുകയാണ്. പല ജില്ലകൾ നമ്മൾ കണ്ടതാണ്. സെക്രട്ടേറിയറ്റിലെ പ്രതിഷേധത്തിന്റെ സ്വഭാവം എങ്ങനെയാണ്? കണ്ണൂരിലെ പേരാമ്പ്രയിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം, കോളേജ് യൂണിയനുമായി ബന്ധപ്പെട്ട തർക്കം, അത് പിന്നാലെ CPM കോൺഗ്രസ് പ്രതിഷേധമായി തർക്കമായി സംഘർഷമായി മാറുന്നു. അവിടേക്ക് പോലീസ് എത്തുന്നു. പോലീസ് ലാത്തി വീശുന്നതിനിടയിൽ കണ്ണൂർ എം പി കൂടിയായ ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേൽക്കുന്നു. ലാത്തിച്ചാർജ് ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് മർദ്ദിച്ചെന്ന് ആക്രമിച്ച് സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുകയാണ്. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്കും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധക്കാർ പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു. ഇന്നലെയാണ് ഈ പറയുന്ന CKGM കോളേജിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ പ്രതിഷേധം നടത്തുന്നു SFIയും KSയും. പിന്നീട് ആ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടാകുന്നു. അതിന് പിന്നാലെ ഹർത്താൽ പ്രഖ്യാപിക്കുന്നു. ഇന്ന് ഹർത്താൽ സമാപനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെയും DYFIയുടെയും മാർച്ച് ഒരേ സ്ഥലത്തെത്തുന്നു. അവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട സംഘർഷം ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ പോലീസ് ലാത്തി വീശിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.